Now let us discuss the accounting for hire purchase transactions. Which are the different accounting methods we have to do in hire purchase transactions? There are three methods of recording the hire purchase transactions in the books of hire purchaser. ഇപ്പോൾ നമ്മൾ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മെയിൻലി ജേണൽ എൻട്രീസ് പാസ് ചെയ്യണം. That we have to pass both in the books of hire purchaser and in the book of hire vendor. അപ്പം ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതേണ്ടത്, ഹയർ വെൻഡറിൻ്റെ ബുക്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ്, ആ ജേണൽ എൻട്രീസ് വെച്ചുകൊണ്ട് നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ് നടത്തണം. ബട്ട് ഫസ്റ്റ് വി ഹാവ് ടു ലേൺ ഹൗ ടു പോസ്റ്റ് ദി ജേണൽ എൻട്രീസ്. സോ ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ തന്നെ ദർ ആർ ത്രീ മെത്തേഡ്സ്. വൺ ഇസ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്, second is actual cash price method, and third one is interest suspense method. So these are the three methods of recording transactions in the book of hire purchaser. ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണിത്. ഇനി അതിൽ ഫസ്റ്റ് വൺ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്. സോ വാട്ട് ഇസ് ദാറ്റ്? Full cash price method. Under this method, the asset is recorded at full cash price. Thus, this method treats the hire purchaser as owner of the asset. This method is more appropriate because the intention all along is to buy the asset. അപ്പം ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ഫുൾ ക്യാഷ് പ്രൈസിലാണ്. ആൻഡ് ഇൻ ദിസ് മെത്തേഡ് ദ ഹയർ പർച്ചേസർ ഇസ് ട്രീറ്റഡ് ആസ് ദി ഓണർ ഓഫ് ദി അസറ്റ്. Okay, now which are the journal entries we have to pass under full cash price method? First one, when asset is acquired on hire purchase. അപ്പോൾ ഹയർ പർച്ചേസറിൻ്റെ ബുക്കിലുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ ഫസ്റ്റത്തെ ജേണൽ എൻട്രി വരുന്നത് when asset is acquired. When the asset is acquired, how to pass the journal entry? That is asset account data to hire vendor in full cash price. So this is the journal entry. നമ്മൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ ഫസ്റ്റായിട്ട് എഴുതുന്ന എൻട്രി ഇതാണ്. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഹയർ വെൻഡറിനെ ക്രെഡിറ്റും ചെയ്യുക. സെക്കൻഡ് എൻട്രി ഈസ് ഫോർ ഡൗൺ പേയ്മെൻറ്റ്. വെൻ ഡൗൺ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്, ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിക്കുമ്പോൾ ഉടനെ കൊടുക്കുന്ന ആ എമൗണ്ട്. വെൻ ഇറ്റ് ഇസ് മെയ്ഡ്, ദ ജേണൽ എൻട്രി ഈസ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, കാരണം ഹയർ വെൻഡർക്കാണ് നമ്മൾ ക്യാഷ് കൊടുക്കുന്നത്. സോ ദ ജേണൽ എൻട്രി ഇൻ ദി ബുക്ക് ഓഫ് ഹയർ പർച്ചേസർ ഇസ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ്. നെക്സ്റ്റ് വൺ, വെൻ ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ. നമ്മൾ ആ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഉള്ള എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ ടു ഹയർ വെൻഡർ. Interest is an expense, we have to debit it and we have to give it to the higher vendor. So we have to credit higher vendor. Next one, when an installment is paid. സോ ഇയർ എൻഡിൽ ഇൻട്രസ്റ്റും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഇയറിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം. സോ വി ആർ ഗിവിങ് ഓർ വി ആർ പേയിങ് ഇറ്റ് ടു ദ ഹയർ വെൻഡർ. സോ ദ ജേണൽ എൻട്രി ഈസ് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ വെൻ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ അസറ്റ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി ആസ് യൂഷ്വൽ, നമ്മളൊരു ഡിപ്രീസിയേഷൻ എങ്ങനെയാണോ യൂഷ്വലി ചാർജ് ചെയ്യാറ് അതേപോലെ തന്നെ, ദറ്റ് ഇസ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റിൻ്റെ മേലെയാണ്. സോ ടു അസറ്റ് അക്കൗണ്ട്. ദെൻ ഇൻ ദി ഇയർ എൻഡ് വി ഹാവ് ടു ക്ലോസ് ദി ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അത് പി ആൻഡ് എല്ലിലേക്ക്, ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും പി ആൻഡ് എല്ലിലേക്ക് ചാർജ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ദറ്റ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ ടു ഡിപ്രീസിയേഷൻ. സോ ഇത്രയുമാണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ നമ്മൾ പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രീസ്. ഓക്കെ, നൗ ലെറ്റ് us discuss an example. So this is the question. On 1st April 2016, Juhi and Company purchased a machine from Vikal Industries on hire purchase basis. The cash price of the machine was 25,000. The payment was to be made rupees 5,000 on the date of contract and the balance in 4 annual installments of rupees 5,000 plus interest at 5% per annum payable on 31st December each year. The first installment being payable on 31/12/2016.
Show journal entries and ledger accounts in the books of Juhi and Company, assuming accounts are closed on 31st December and depreciation at 10% per annum written off on original cost. Also, show how the items will appear in balance sheet of relevant periods. So this is the question. We have given 1st April 2016, Juhi and Company purchased a machine. So here hire purchaser is Juhi and Company and hire vendor is Vikal Industries. Then the cash price of the machine was 25,000 and the payment have to be made 5,000 on the date of contract, that is on 1st April 2016 they'll pay 5,000 and the balance in 4 annual installments of rupees 5,000 plus interest at 5% per annum payable on 31st December and also and depreciation is given. ഇത്രയാണ് ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളത്. സോ നമ്മൾ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് പാസ് ചെയ്യുക? സോ നമ്മൾ ഫസ്റ്റ് ജുഹി ആൻഡ് കമ്പനി, അതായത് ഹയർ പർച്ചേസറിൻ്റെ ബുക്കിലുള്ള ജേണൽ എൻട്രീസ് ആണ് പാസ് ചെയ്യുന്നത്. സോ ഹയർ പർച്ചേസിൻ്റെ ബുക്കിൽ ഫസ്റ്റത്തെ ജേണൽ എൻട്രി വൈൽ അക്വയറിംഗ് അസറ്റ് വിൽ റൈറ്റ് അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഹയർ വെൻഡർ. So on 1st April 2016 we'll pass the entry machinery account letter to Vikal Industries, cash price, full cash price 25,000. Second entry down payment നമ്മൾ നടത്തുമ്പോൾ Vikal Industries account letter to cash, we have given 5,000 rupees. And then next is we have to pay interest. Down payment കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ next entry is for interest due. Okay. So interest due ആകുമ്പോൾ the journal entry will be interest account letter to Vikal Industries 750. That interest we will calculate on the amount. Okay. So what is the amount? The payment was to be made 5,000 on a down payment and the balance in 4 annual installment of 5,000 plus 5% interest per annum. So we have to calculate the interest. So let us see the calculation of interest. Interest നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ മേലെയാണ് കാണേണ്ടത്. അപ്പം ഇവിടെ 25,000 ആണ് ക്യാഷ് പ്രൈസ് വരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് 5,000. പിന്നെ 1st ഏപ്രിലിൽ ആണ് നമ്മൾ പർച്ചേസ്, ഡേറ്റ് ഓഫ് പർച്ചേസ് 1st April 2016 ആണ്. ഇയർ എൻഡ് വരുന്നത് 31st December 2016 ആണ്. പിന്നെ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പം ഇൻട്രസ്റ്റ് ഓഫ് ഇയർ 2016ലും 17ലും 18ലും 19ലും 4 വർഷത്തെയും ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 25,000 ആണ് ക്യാഷ് പ്രൈസ്. അതിൽ നിന്ന് ആ ഡൗൺ പേയ്മെൻറ്റ് മീൻസ് ഇനീഷ്യലി കൊടുത്ത ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് ബാക്കിയുള്ള 20,000 അതാണ് ബാലൻസ് ഡ്യൂ. അതിൻ്റെ മേലെ 5% ഇൻറ്റു 9/12. ബിക്കോസ് ഏപ്രിലാണ് നമ്മൾ പർച്ചേസ് നടക്കുന്നത്, ഇയർ എൻ്റെ ഡിസംബറിലാണ്. സോ ആ ഒരു 9 മന്ത്സിലേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇയറിൽ വീണ്ടും വരുമ്പോൾ ഇൻട്രസ്റ്റ് വരുന്നത് 20,000ൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് ആ വർഷത്തെ 5,000 കുറച്ചിട്ട് ബാക്കിയുള്ള 15,000 അതിൻ്റെ മേലെ 5% ഫോർ 12 മന്ത്സ് 750. പിന്നെ നെക്സ്റ്റ് ഇയറിൽ അതേപോലെ തന്നെ ബാക്കിയുള്ള 15ൽ നിന്ന് 5 പോയിട്ട് 10,000ൻ്റെ മേലെ 5% ആൻഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ 10,000 മൈനസ് 5,000 5,000 ഇൻറ്റു 5% 250. അപ്പോൾ ദീസ് ആർ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഫസ്റ്റ് ഇയറിൽ 750, സെക്കൻഡ് ഇയറിലും 750, തേർഡ് ഇയറിൽ 500 ആൻഡ് ഫോർത്ത് ഇയറിൽ 250. ഓക്കെ. So let us see the journal entries. So first journal entry is machinery to Vikal Industries, പിന്നെ Vikal Industries to cash down paymentൻ്റെ. പിന്നെ 31st December 2016 ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ലെറ്റർ ടു ഹയർ വെൻഡർ, ദാറ്റ് ഇസ് 750. പിന്നെ വരുന്നത് ആ ഇയർ എൻഡിൽ ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റും കൂടി നമ്മൾ അയക്കുന്നത് വികാൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് 5,000ഉം ഈ 750 കൂടി 5,750. പിന്നെ അതേപോലെ ഇയർ എൻഡിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം മെഷീനറിക്ക്. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു മെഷീനറിയുടെ അമൗണ്ട് 25,000ൻ്റെ മേലെ 10% ഫോർ 9 മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. പിന്നെ അതുപോലെ ഇയർ എൻഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റും ടു ഡിപ്രീസിയേഷനും. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ സെയിം എൻട്രീസ് ആണ്, അതായത് മെഷീനറി പർച്ചേസ് ചെയ്യുന്ന എൻട്രിയുടെ ആവശ്യമില്ല.
അതുപോലെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ എൻട്രിയുടെ ആവശ്യമില്ല. ബാക്കി എല്ലാ എൻട്രീസും സെയിം റിപ്പീറ്റ്. അതായത് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. അപ്പം 2017 ഡിസംബറിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് ടു വികാര ഇൻഡസ്ട്രീസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് 750. സെക്കൻഡ് ഇയറിലത്തെ ഇൻട്രസ്റ്റ് 750. പിന്നെ ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത് വികാര ഇൻഡസ്ട്രീസ് ടു ക്യാഷ്. പിന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക ആൻഡ് P&L ടു ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷൻ. അപ്പം സെയിം എൻട്രീസ് തന്നെ പിന്നെ 2018-ലും 19-ലും റിപ്പീറ്റഡ് ആവുന്നു. ജസ്റ്റ് ഡിഫറൻസസ് ഓൺ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടിൻ്റെയും ഡിഫറൻസ് ഉണ്ടാവും. ബാക്കി ജേണൽ എൻട്രീസ് ഒക്കെ സെയിം തന്നെ ആയിട്ട് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ നമ്മൾ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ ജേണൽ എൻട്രീസ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. മെഷീനറി അക്കൗണ്ടിലേക്കും വികാൽ ഇൻഡസ്ട്രീസും ഇൻട്രസ്റ്റ് അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പം ഇത്രയുമാണ് അതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സ്. ആ ജേണൽ എൻട്രീസ് നേരെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.